ഹായ് ഓൾ. ഈ ഒരു ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയേറെ കൺഫ്യൂഷൻ ഉള്ള ഒരു ടേമാണ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. നമ്മൾ ഈ ഒരു ഐഡിയ ഒരു എക്സാമ്പിൾ വഴി ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എക്സാമ്പിൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ പെൻഡുലം എന്നുള്ള ഒരു പ്രോബ്ലത്തിലൂടെയാണ് ഞാൻ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തു. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ട്രിങ് ഉണ്ടാവും. സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു ബോബ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് L ആണ് എന്ന് വിചാരിക്കുക. ആ ബോബിൻ്റെ മാസ് M. ഓക്കെ, ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് പെൻഡുലത്തിൻ്റെ ഒരു എൻഡ് ഒരു പോയിന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഫിക്സഡ് ആണെന്നാണ് ഇപ്പോൾ ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും അതിനെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് വിളിക്കും. ഫ്രം ദിസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ടു ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ദ ലെങ്ത് ഈസ് കോൾഡ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. ഹിയർ ഇറ്റ് ഈസ് L. ഈ ബോബിന്റെ മാസ് എന്ന് പറയുന്നത് M ആണ്. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് സിമ്പിൾ പെൻഡുലം. ആൻഡ് ദിസ് ബോബ് ഈസ് അസ്യൂംഡ് ടു ഓസിലേറ്റ് ഇൻ എ പ്ലെയിൻ. ഈ ബോബ് ഒരു പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്നു എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പ്ലാനാർ പെൻഡുലം. അറ്റ് എനി പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഇറ്റ്സ് പൊസിഷൻ ക്യാൻ ബി ഡിനോട്ടഡ് യുണീക്ലി ബൈ ദ ആംഗിൾ ഫ്രം ദി വെർട്ടിക്കൽ. ഈ തീറ്റ എന്നുള്ള ഒരു കോർഡിനേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസിന്റെ പൊസിഷൻ യുണീക്ക് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കുക. അപ്പം നമ്മൾ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ തീറ്റ ആംഗിളിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. വെർട്ടിക്കലുമായിട്ട് തീറ്റ ആംഗിളിൽ നിൽക്കുന്നു. ഈ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഈ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫോഴ്സ് ഈ മാസിന്റെ വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുക. ആ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ F1 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് -mg/. Why this minus sign? Because my axis are here, x-axis is along horizontal and y-axis is along vertical, upward. Positive y is upward direction and mg is now in the downward direction. So that is why it is -mg/. What is the next force acting on this bob? It is tension, the string. Okay, the system has another force which is tension acting on the string, and that is T is equal to, you can split this T into two components, one along vertical and one along horizontal. The vertical component, since this angle is theta, this vertical component will also make an angle theta, and that vertical component will be T cos theta. So that is T cos theta y cap, vertical component. Horizontal component is T sin theta, and it is opposite to the positive x-axis, or it is along the negative x direction. So it is minus T sin theta x cap. These are the two forces acting on the system. Now, our aim is to solve for the position of this bob at any particular instant of time. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇതിന്റെ മാസിന്റെ പൊസിഷൻസ് കാണുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചെയ്ത് ന്യൂട്ടൺസ് മെത്തേഡിൽ നമ്മൾ മൂവ് ചെയ്യുകയാണ്. സോ ന്യൂട്ടൺസ് മെത്തേഡ് അനുസരിച്ച് സെക്കൻഡ് ലോ പറയുന്നു ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നൗ യു ക്യാൻ, സിൻസ് ദിസ് ഈസ് എ മോഷൻ ഇൻ 2-dimensional പ്ലെയിൻ, നിങ്ങൾക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് അലോങ് എക്സ് ഡയറക്ഷൻ, രണ്ട് അലോങ് വൈ ഡയറക്ഷൻ. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളത് നോക്കിയാൽ Fx, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എക്സ് ഡയറക്ഷൻ, ഇസ് ഈക്വൽ ടു m ഇൻറ്റു d²x/dt² ഇസ് ഈക്വൽ ടു mx∬. എന്ന് എഴുതാം. ഇതിൽ ഓരോ ഡോട്ടും ഒരു ടൈം ഡെറിവേറ്റീവ് ആണ്. രണ്ട് ഡോട്ട് ഇട്ടാൽ രണ്ട് പ്രാവശ്യം ടൈമിനനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കും. സിമിലർലി Fy ഈസ് my∬. ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കിയാൽ അറിയാം, എക്സ് ഡയറക്ഷനിലുള്ള ഏക ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ടെൻഷന്റെ ഒരു കമ്പോണന്റ് ആണ്. സോ mx∬ എന്ന് പറയുന്നത് -T sin theta എന്ന് എഴുതാം. അതേസമയം വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് mg താഴത്തേക്കും രണ്ട് T cos theta മുകളിലേക്കുമാണ്. സോ നിങ്ങൾക്ക് അതിനെ T cos theta -mg എന്ന് എഴുതാം, my∬. ഇക്വേഷൻ 1ഉം 2ഉം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് എക്സ് ഡയറക്ഷനിലുള്ള ന്യൂട്ടന്റെ ഇക്വേഷൻ, രണ്ട് വൈ ഡയറക്ഷനിലുള്ള ന്യൂട്ടന്റെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ടി എലിമിനേറ്റ് ചെയ്യും. ഓക്കെ,
അതായത് ഒന്നാമത്തെ ഒരു ഇക്വേഷനിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഇക്വേഷൻ പ്രകാരം ടി എന്ന് പറയുന്നത് -mx" ആണ്. ആ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഞാൻ താഴത്തെ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് my double dot is equal to -mx double dot cos theta by sin theta becomes cot theta minus mg എന്ന് കിട്ടും. ഇനി ഈ ഒരു ജിയോമെട്രി നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ദൂരമാണ്. ഈ വെർട്ടിക്കലിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ്. ഈ ഒറിജിൻ അബൌട്ട് ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ദൂരമാണ്. ഈ ദൂരം എന്ന് പറയുന്നത് L ഇൻറ്റു സൈൻ തീറ്റയാണ്. ഓക്കെ, സോ എക്സ് ഈസ് L സൈൻ തീറ്റ. അതിൽ നിന്ന് എക്സ് ഡോട്ട് കണ്ടുപിടിക്കാം, L cos theta theta dot. Assuming that L is a constant. Length of the pendulum fixed ആണ് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിനെ L cos theta theta dot എന്ന് എഴുതാം. ഒരു ഡെറിവേറ്റീവ് കൂടെ എടുത്ത് എക്സ് ഡബിൾ ഡോട്ട്. അപ്പോൾ എന്ത് വരും? L ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട് വരും. പ്ലസ് L ഇൻറ്റു തീറ്റ ഡോട്ട് ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട് വരും. രണ്ട് തീറ്റ ഡോട്ട് വരുന്നു, തീറ്റ ഡോട്ട് സ്ക്വയർ ആയി. ഇങ്ങനെയാണ് എക്സ് ഡബിൾ ഡോട്ട് കണ്ടുപിടിക്കുക. ഇതേപോലെ ഇതിൽ നിന്ന് വൈ കോർഡിനേറ്റ് നോക്കിയാൽ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ നീളമാണ്, താഴത്തേക്കുള്ള നീളം. ദാറ്റ് ഈസ് L cos theta, but it is negative because it is in the downward direction. So y is -L cos theta. അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു y dot L minus cos theta ഡെറിവേറ്റീവ് sin theta into theta dot. വീണ്ടും ഒരു ഡെറിവേറ്റീവ് കൂടെ എടുത്തു. So you will get y double dot. ഈ രണ്ട് വാല്യൂസും ഈ 3 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെയുള്ള സ്റ്റെപ്പ് കിട്ടും. ഓക്കെ, ദെൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. സ്റ്റെപ്പുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് തീറ്റ ഡബിൾ ഡോട്ട് ഈക്വൽ ടു -g/L സൈൻ തീറ്റ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം യൂസിങ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. തീറ്റ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു -g/L സൈൻ തീറ്റ. Solving this differential equation, second order differential equation, you can find theta as a function of time. Now, the question is there any alternate way? ഈ ഒരു മെത്തേഡ് അല്ലാതെ നിങ്ങൾക്കറിയാം, ഈ മെത്തേഡിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് കമ്പോണന്റ് ആക്കാൻ അറിയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. റെക്ടാങ്കുലർ കമ്പോണൻസ് അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫോഴ്സുകൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ഇത്രയും പ്രൊസീജിയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിലും എളുപ്പമുള്ള ഒരു വഴിയുണ്ടോ? ഇസ് ദർ ആൻ ഓൾട്ടർനേറ്റ് വേ? ഇഫ് ദ ടെൻഷൻ, ഈ സിസ്റ്റത്തിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ റെഡ് ആരോ ടെൻഷൻ, ദാറ്റ് ഈസ് ദ കൺസ്ട്രെയിൻ ഫോഴ്സ്. ടെൻഷൻ ആണ് ഇവിടെ കൺസ്ട്രെയിൻ ഫോഴ്സ്. ആ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നൂലിന്റെ ലെങ്ത് മാറാതെ നിൽക്കുന്നത്. കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അതിന് കാരണമാവുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ കൺസ്ട്രെയിൻ ഫോഴ്സ്. ഇഫ് ദാറ്റ് കൺസ്ട്രെയിൻ ഫോഴ്സ് ഡസൻറ്റ് ഡു എനി വർക്ക്, ആ കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആണെന്ന് വിചാരിക്കാം. രണ്ട് ഫോഴ്സ് ഇവിടെ ആകെ ഉള്ളൂ, ഒന്ന് ടെൻഷൻ, രണ്ട് എനർജി. ഇതിൽ ഈ ടെൻഷൻ ചെയ്യുന്ന വർക്ക് 0 ആണെങ്കിൽ പിന്നെ ആകെ ഉള്ളത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസർവേറ്റീവ് ഫോഴ്സ്. സോ ടെൻഷൻ ചെയ്യുന്ന വർക്ക് ഡൺ 0 ആണെങ്കിൽ നമുക്ക് കൺസർവേഷൻ തിയറം അപ്ലൈ ചെയ്യാം, എനർജിയുടെ കൺസർവേഷൻ തിയറം അപ്ലൈ ചെയ്യാം. കാരണം പിന്നീടുള്ള ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നുള്ളത് നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ അത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ യു ക്യാൻ അപ്ലൈ കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ നമ്മൾ നോക്കാം വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ 0 ആണോ അല്ലയോ നോക്കാം. എന്താ വർക്ക് ഡൺ? വർക്ക് ഡൺ ഈസ് T ഡോട്ട് dr, dw ഈക്വൽ ടു T ഡോട്ട് dr. T എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരുന്നതാണ്. ഓക്കെ, T cos theta y cap minus T sin theta x cap. dr എന്ന് പറയുന്നത് dx x cap plus dy y cap. കാരണം 2 ഡയമെൻഷണൽ പ്ലെയിനിൽ r എന്ന് പറയുന്നത് x i cap plus or x cap plus y cap എന്നാണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് ഡിഫറൻഷ്യൽ എടുത്താൽ dx x cap plus dy y cap എന്ന്. dx എന്താണ്? നമ്മൾ നേരത്തെ x എഴുതിയിട്ടുണ്ട്, x ഈക്വൽ ടു L sin theta. അപ്പോൾ dx എന്താ വരിക? L cos theta d theta. y മൈനസ് L cos theta. അപ്പോൾ dy എന്താ വരിക? L sin theta d theta. ഈ രണ്ട് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. y cap ഡോട്ട് y cap 1 ആവും, x cap ഡോട്ട് x cap 1 ആവും, x cap ഡോട്ട് y cap 0 ആവും, y cap ഡോട്ട് x cap 0 ആവും. അപ്പോൾ ക്രോസ് ടേംസ് പോവും, ബാക്കിയുള്ളത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരേ ടേം വരും, വെട്ടിപ്പോവും 0. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ ഈസ് 0. അപ്പോൾ നോക്കൂ, ടെൻഷൻ ചെയ്ത വർക്ക് ഡൺ 0 ആണെങ്കിൽ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യാം.
ഇവിടെ എനർജി എന്ന് പറയുന്ന രണ്ട് തരം എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇതിന്റെ സമ്മ കോൺസ്റ്റന്റ് ആണ് എന്ന് എഴുതാം. ആണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്താ കൈനറ്റിക് എനർജി? ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അലോങ് എക്സ് ഡയറക്ഷൻ, ഹാഫ് എം വൈ ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അലോങ് വൈ ഡയറക്ഷൻ. വൈ ഡയറക്ഷനിലെ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹൈറ്റ് ഡിഫറൻസ് കൊണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റിനെ, ഈ ഇക്വിലിബ്രിയം പോയിന്റിനെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്ത് L ആയിരുന്നു. ഇപ്പോൾ ഉള്ള ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടം വരെയുള്ള ലെങ്ത് L കോസ് തീറ്റയാണ്. സോ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് L മൈനസ് L കോസ് തീറ്റയാണ്. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് L മൈനസ് L കോസ് തീറ്റ. അപ്പൊ mgh ആണ് പൊട്ടൻഷ്യൽ എനർജി. സോ mgL ഇൻറ്റു 1 മൈനസ്. ഇത് കോൺസ്റ്റന്റ് എന്ന് എഴുതാം, ഇത് കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ആ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക രണ്ട് സൈഡിലും. റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ഡോട്ട് ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട്, 2x ഡോട്ട് ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട്. അതേപോലെ അടുത്ത ടൈമിന്റെ എടുത്താൽ ഇങ്ങനെയാണ് കിട്ടുക, എം എക്സ് ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് എം വൈ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ സൈൻ തീറ്റ തീറ്റ ഡോട്ട് ഈക്വൽ ടു 0. നമ്മൾ ഓൾറെഡി എക്സ് ഡോട്ട് വൈ ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് ഒക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വാല്യൂസ് കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? തീറ്റ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ സൈൻ തീറ്റ. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ മെത്തേഡിൽ നിങ്ങൾ എവിടെയും ഫോഴ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണ്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. രണ്ടും സ്കാലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ അറിയണ്ട, ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കണ്ട, ഇതൊന്നും അറിയണ്ട. കൈനറ്റിക് എനർജി എഴുതുക, പൊട്ടൻഷ്യൽ എനർജി എഴുതുക, അത് കോൺസ്റ്റന്റ് ആണ്. സോ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടും. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിസം വഴി കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ 0 അല്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ 0 ആണെങ്കിൽ ഓക്കെ, ഈ മെത്തേഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫോഴ്സിന്റെ കമ്പോണൻസ് ഒന്നും ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എല്ലായ്പ്പോഴും 0 ആയിരിക്കുമോ? ഇസ് ദ വർക്ക് ഡൺ ബൈ കൺസ്ട്രെയിൻ ഫോഴ്സസ് ഓൾവേസ് 0? Absolutely not. Answer. Okay. There are situations in which the work done by constraint force is non-zero. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു പെൻഡുലം കൺസിഡർ ചെയ്യുക. പെൻഡുലത്തിന്റെ ലെങ്ത് ടൈമിനനുസരിച്ച് മാറുന്നതാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സ്പ്രിങ് ആവാം. ഓക്കെ, ലെങ്ത് ടൈമിനനുസരിച്ച് മാറുന്ന ഒരു പെൻഡുലം. ഞാനത് കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്നില്ല, ബട്ട് സം ഫംഗ്ഷൻ ഓഫ് ടൈം. എൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. എന്ത് ഫംഗ്ഷൻ ആണെന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, എന്തും ആവാം. ബട്ട് ലെങ്ത് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അങ്ങനെയാണ് എക്സ് എന്താ വരിക? എക്സ് നമ്മൾ എൽ സൈൻ തീറ്റ എന്നാണ് എഴുതിയിരുന്നത്. ആ എല്ലിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് ടി സൈൻ തീറ്റ. വൈ എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് എഫ് ഓഫ് ടി കോസ് തീറ്റ. ഡി എക്സ് കാണാം, എഫ് ഓഫ് ടി കോസ് തീറ്റ ഡി തീറ്റ പ്ലസ് ഒരു ടേം കൂടെ ഉണ്ടാവും. ഇതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ തീറ്റയുടെ ഡിഫറൻഷ്യൽ കോസ് തീറ്റ ഡി തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ഡിഫറൻഷ്യൽ എടുക്കണം. എഫ് ഓഫ് ടിയുടെ ഡിഫറൻഷ്യൽ എന്താ? ഡി എഫ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡി എഫ് ഈസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി ടി ഡി ടി എന്ന് എഴുതാം. ഡി എഫ് ബൈ ഡി ടി എഫ് ഡോട്ട്, എഫ് ഡോട്ട് ഡി ടി എന്ന് എഴുതാം. എഫ് ഡോട്ട് ഡി ടി എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി ഡി വൈ എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് ടി സൈൻ തീറ്റ ഡി തീറ്റ മൈനസ് എഫ് ഡോട്ട് കോസ് തീറ്റ ഡി ടി എന്ന് എഴുതാം. ഇവിടെ എഫ് ഡോട്ട് എന്ന് ഇട്ടിരിക്കുന്നത് ഡി എഫ് ബൈ ഡി ടി ആണ്. സോ വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിൻ ഫോഴ്സ് എഴുതുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി ഡോട്ട് ഡി ആർ ചെയ്യുന്നു. ടിയുടെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച ടെൻഷൻ തന്നെയാണ് ഇൻ ഡോട്ട് ഈ ഒരു വാല്യൂ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ അറിയാം, ഡി എക്സിനകത്ത് 2 ടൈം ഉണ്ട്, ഡി വൈക്കകത്ത് 2 ടൈം ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് 2 ടൈം നേരത്തെ പോലെ ക്യാൻസൽ ആയി പോകും. പക്ഷെ എഫ് ഡോട്ട് എന്നുള്ള ആ ഒരു ടൈം വന്നത് കാരണം 2 ടൈം ക്യാൻസൽ ചെയ്ത് പോവില്ല. പകരം അത് മൈനസ് ടി എഫ് ഡോട്ട് ഡി ടി എന്നാണ് തരുന്നത്. സോ വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിൻ ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. Not equal to 0. If L is a constant, then F dot becomes 0 and dW becomes 0. If L is a function of time, ടൈമിനനുസരിച്ച് മാറുന്ന ലെങ്ത് മാറുന്ന ഒരു പെൻഡുലം ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിൻ ഫോഴ്സ് ഈസ് നോൺ സീറോ. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ മെത്തേഡ്, രണ്ടാമത് പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. It is not possible to apply techniques
we did earlier. Second technique നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ സീറോ അല്ല. കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ സീറോ അല്ല എങ്കിൽ കൺസർവേറ്റീവ് എന്നുള്ള ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രെയിൻ ഫോഴ്സസ് ആർ നോട്ട് കൺസർവേറ്റീവ്. സോ ആ സെക്കൻഡ് മെത്തേഡ് ഫെയിൽ ആവും. Then is there any alternate procedure to use the second method? എന്തെങ്കിലും വഴിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡ് മെത്തേഡ് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ് എന്നാണ് ആൻസർ. എന്ത് ചെയ്താൽ മതി? ഡിഫൈൻ എ ന്യൂ ഡിസ്പ്ലേസ്മെന്റ് സച്ച് ദാറ്റ് വർക്ക് ഡൺ ബൈ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഫോർ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് സീറോ. ഒരു പുതിയ ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്യും. കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ സീറോ ആകത്തക്ക രീതിയിലുള്ള. ഓക്കെ, നോക്കൂ. That displacement I will call it as virtual displacement. So here for a pendulum with a varying length L is equal to f of t, the actual displacement dr is f of t cos theta d theta plus sin theta f dot dt x cap plus f of t sin theta d theta minus cos theta f dot dt y cap. Suppose we look at the displacement at a particular instant. നിങ്ങൾ ആ പെൻഡുലം മൂവ് ചെയ്യുന്ന സമയത്ത് പെൻഡുലം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പെൻഡുലത്തിന്റെ ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്ത് ഈ പെൻഡുലത്തിന്റെ ലെങ്ത്തിന് വേരിയേഷൻ വരുന്നുണ്ട്. നിങ്ങളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് ഇതിന്റെ, അപ്പോ ആ ഒരു സമയത്ത് ഇതിന്റെ ലെങ്ത് ഫിക്സഡ് ആണ്, ലെങ്ത്തിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഉള്ള ഇതിന്റെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇമാജിൻ ചെയ്യുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇമാജിൻ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് പറ്റില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് മാത്തമാറ്റിക്കലി അതിൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡോട്ട് സീറോ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ എഫ് ഡോട്ട് അല്ല സോറി ഡി ടി സീറോ ആണെന്ന് വിചാരിക്കും. നിങ്ങളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. ഈ ഡി ആർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഡി ടി എന്നുള്ള ടേം ഉണ്ട്. സപ്പോസ് യു ആർ ഒബ്സർവിംഗ് ഓർ യു ആർ ടേക്കിംഗ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, that is dt is equal to 0. dt 0 ആണെങ്കിൽ this dr becomes, അപ്പോൾ ഉള്ള dr നെ dr എന്നല്ല വിളിക്കുന്ന ഡെൽറ്റ ആർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഈ dt 0 ആകുന്ന സമയത്ത് dr ഡെൽറ്റ ആർ ആവുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ആ ഡെൽറ്റ ആർ എന്താ വരിക? എഫ് ഓഫ് ടി കോസ് തീറ്റ ഡി തീറ്റ എക്സ് ക്യാപ്. dt 0 ആണ്, ഈ ടേം 0, ഈ ടേം 0, ഇങ്ങനെ രണ്ട് ടേം കിട്ടും. ഓക്കെ, ഇത് ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആവും. എപ്പോ? This delta r and dr becomes equal if this f dot is 0. f dot 0 ആവാന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആവുക, അതായത് ടൈം ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് ആവുക. ടൈം ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് ആണെങ്കിൽ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റും വെർച്വൽ ഡിസ്പ്ലേസ്മെന്റും സെയിം തന്നെയാണ്. ബട്ട് ടൈം ഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് വരുന്ന കേസിൽ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡിഫറെന്റ് ഫ്രം actual displacement. So if the problem contains only scleronomic constraints, എന്താണ് scleronomic constraints എന്ന് പറഞ്ഞാൽ time independent constraints, then there is no significance for virtual displacement, or there is no concept called virtual displacement, there is only actual displacement. But if the problem contains rheonomic constraints, that is time dependent constraints, പെൻഡുലത്തിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണെന്നല്ല, ആ ലെങ്ത് എഫ് ഓഫ് ടി കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ലെങ്ത് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. സോ ദാറ്റ് ഈസ് എ ടൈം ഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ്. ഇൻ ദാറ്റ് കേസ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് നോട്ട് ഈക്വൽ ടു ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ബട്ട് എന്തിനാണ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്തത്? ഈ ഡെൽറ്റ ആർ ആണ്. ടി ഡോട്ട് ഡെൽറ്റ ആർ എടുക്കുകയാണെങ്കിൽ ടെൻഷനെ നിങ്ങൾ ഈ ഒരു ഡെൽറ്റ ആർ കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ യുവർ വർക്ക് ഡൺ വിൽ ബി 0. So virtual displacementil ചെയ്യുന്ന വർക്ക് ഡൺ 0 ആയിരിക്കും. Then you can apply the technique we used here. Conservation of energy എന്നുള്ള ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്ടണിയൻ മെക്കാനിക്സ് അല്ലാതെ ഒരു ഡിഫറെന്റ് പ്രൊസീജിയർ, ആക്ച്വലി ദിസ് പ്രൊസീജിയർ ഇസ് കോൾഡ് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ്, എനർജി മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ദ കണ്ടീഷൻ ഈസ് വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിന്റ് ഫോഴ്സ് ഷുഡ് ബി 0. ബട്ട് ഇൻ ഓൾ പ്രോബ്ലംസ് ദാറ്റ് മേ നോട്ട് ഹാപ്പൻ, ആ സമയത്ത് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക്, യു ക്യാൻ ഡിഫൈൻ എ ന്യൂ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് കോൾഡ് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ്, and that virtual displacement and actual displacement will be the same for scleronomic constraints, but for a rheonomic constraint they are different. Actual displacement will do some work, but virtual displacement will not do any work.
So you can take virtual displacement and you can do the second procedure in order to solve the problem. Thank you.